ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വിസ പാസ്പോർട്ട് സേവനങ്ങൾ താൽക്കാലികമായി മുടങ്ങിയത് പ്രവാസികളെയും യാത്രക്കാരെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. ഓസ്ട്രേലിയയിൽ നിന്നും പെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വിസ സേവനങ്ങളുടെ അനിശ്ചിതകാല വിലക്കിന് ഇനിയും പരിഹാരമായില്ല. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും VFS ഗ്ലോബലും തമ്മിലുള്ള കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവാണ് 2026 ജൂലൈ 1 മുതൽ സേവനങ്ങൾ പെട്ടെന്ന് നിലയ്ക്കാൻ കാരണമായത്. വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ അടിയന്തരമായി ഇടപെട്ടതായാണ് റിപ്പോർട്ടുകൾ. നിയമപരമായ തടസ്സങ്ങൾ വേഗത്തിൽ നീക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കുമെന്നും അതുവരെ പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ കോൺസുലേറ്റുകൾ വഴി നേരിട്ട് ഇടക്കാല സംവിധാനങ്ങൾ ഒരുക്കുന്നത് പരിഗണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ പാസ്പോർട്ട്, OCI, വിസ എന്നിവയ്ക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തവർക്കും പുതുതായി അപേക്ഷിക്കാനിരുന്നവർക്കും നിലവിൽ സേവനം ലഭ്യമാകില്ല. ഇതിനകം അപേക്ഷ സമർപ്പിച്ച് പാസ്പോർട്ടോ മറ്റ് രേഖകളോ തിരികെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരുടെ നടപടികളും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ജൂലൈ മാസത്തിലെ സ്കൂൾ അവധിക്കാലത്ത് ഇന്ത്യയിലേക്ക് യാത്ര പ്ലാൻ ചെയ്ത പ്രവാസി കുടുംബങ്ങൾ, ടൂറിസ്റ്റുകൾ, ബിസിനസ് യാത്രികർ എന്നിവർ ഇതോടെ ആശങ്കയിലായി. VFS കേന്ദ്രങ്ങൾ വഴിയുള്ള സേവനങ്ങൾ മുടങ്ങിയെങ്കിലും ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയുള്ള വിസ സേവനങ്ങൾക്ക് തടസ്സമില്ല. ഇത് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതിനാൽ സാധാരണ നിലയിൽ തന്നെ ലഭ്യമാണ്. അടിയന്തരമായി ഇന്ത്യയിലേക്ക് പോകേണ്ടവർക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായി പോകുന്നവർക്കും വിസ സംവിധാനം പ്രയോജനപ്പെടുത്താം. നിലവിലെ അനിശ്ചിതത്വം തുടരുന്നതിനാൽ വിസ സെന്ററുകളിലേക്ക് നേരിട്ട് പോകുന്നതിന് മുൻപും യാത്രകൾ പ്ലാൻ ചെയ്യുന്നതിന് മുൻപും ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെയോ VFS ഗ്ലോബലിന്റെയോ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി പുതിയ അറിയിപ്പുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അധികൃതർ നിർദ്ദേശിക്കുന്നു. പെനീന മാത്യു, 24, ഓസ്ട്രേലിയ.